ഇത് ഒരിക്കൽ ആ പ്രളയത്തിന് തന്നെ ഉണ്ടായ ഒരു സംഭവമാണ്. ആലുവ എന്ന് പറയുന്ന ഒരു നിങ്ങൾക്ക് പലർക്കും അറിയാം. ആലുവയിൽ അയാളൊരു പ്രായമുള്ള ഒരു മനുഷ്യൻ, അതായത് വളരെ വൃദ്ധൻ, ഒരു വന്യവയോധികനായ ഒരു മനുഷ്യൻ അകപ്പെട്ടു പോയി വീട്ടിൽ. ഒരു മാർഗവുമില്ല, വേറെ ആരുമില്ല. ബാക്കി ഓടാവുന്നവരൊക്കെ ഓടി, വെള്ളം വന്നപ്പോൾ ഓടി രക്ഷപ്പെട്ടു. ഇയാളെ 2 നിലയുള്ളൊരു വീടാണ്. അയാൾ അതിൻ്റെ ആ പടികളിൽ കയറി മുകളിലത്തെ നിലയിലേക്കുള്ള പടിയിലേക്ക് കയറിയിരിക്കുകയാണ്. ആ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള പടിയിൽ കയറിയിരിക്കുകയാണ്. ചുറ്റും വെള്ളം. അവിടെ നമുക്ക് ഈ നാവികസേനയുടെ ഹെലികോപ്റ്ററിനോ അല്ലെങ്കിൽ അവരുടെ ബോട്ടിനോ ഒന്നും അവിടെ ചെല്ലാൻ പറ്റുന്നില്ല. ഒരുപാട് മരങ്ങളുമൊക്കെ ചുറ്റും നിൽപ്പുണ്ട്. അവസാനം ഈ മനുഷ്യനിരുന്നു 3 ദിവസം ഈ വെള്ളത്തിനകത്തിരിക്കുകയാണ്. കുടിക്കാൻ വെള്ളമില്ല, ചുറ്റും വെള്ളം ഉണ്ടെങ്കിലും കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. അവസാനം ഒരു മാർഗവും ഇല്ലാതെ ഈ മനുഷ്യൻ പട്ടിണിയാണ്. ആരുമില്ല, മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല. അയാൾക്ക് മരണഭയമാണ്, അയാൾ ആകെ ബുദ്ധിമുട്ടുകയാണ്. അയാൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം അതായത് എൻ്റെ വീട്ടിലൊക്കെ വയറിങ് ജോലിയൊക്കെ നടത്തുന്ന ഒരു പാർട്ടി പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ ആളുകളെയൊക്കെ വിളിച്ച് മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ഈ വീട്ടിൽ ഒരു വള്ളത്തിൽ ഈ മത്സ്യത്തൊഴിലാളികൾ വിചാരിച്ചുകൊണ്ട് മാത്രം ചെല്ലാൻ പറ്റി. അവിടെ ചെന്ന് കയറൊക്കെ കെട്ടി ഈ പ്രായമുള്ള മനുഷ്യനെ അതിൽ കൂടെ എങ്ങനെയെങ്കിലും കരയെ കൊണ്ടുവന്ന് അയാളെ ഒരു വണ്ടി കയറ്റി നോർത്ത് പറവൂരുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ് ആ അഭയാർത്ഥി ക്യാമ്പ്, അവിടെ കൊണ്ടാക്കി. അവിടെ കിടക്കുമ്പോൾ അയാൾ അവിടെ കിടന്നു. 4 ദിവസം കൊണ്ട് പുള്ളി അങ്ങ് സ്മാർട്ടായി. കാരണം വെള്ളം കുടിച്ചു, ആഹാരം കഴിച്ചു, പുതിയ വസ്ത്രമൊക്കെ കിട്ടി, മനുഷ്യരെയൊക്കെ കണ്ടു. അടുത്ത് കിടക്കുന്ന ആരെന്നൊന്നും അന്നേരം ചിന്തിക്കുന്നില്ല അതുവരെ. ഈ 4 ദിവസം കഴിഞ്ഞൊക്കെ ആരോഗ്യമൊക്കെ വെച്ച് കഴിഞ്ഞ് മരണഭയമൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ പതുക്കെ അവിടെ നിന്നൊരു പയ്യനെ വിളിച്ചു, മോനെ ഇഞ്ഞു വന്ന്, ഇതേത് പള്ളിയായത്? ഉടനെ പറഞ്ഞാൽ അത് ലാറ്റിൻ കാത്തലിക്സിൻ്റെ ചർച്ച, ലത്തീൻകാരുടെ പള്ളിയാണ്. പിന്നെ ഒരു 2 ഫർലങ് അപ്പുറത്ത് മാർത്തോമക്കാരുടെ പള്ളിയുണ്ട്, എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോയി കിടത്താൻ. ഇയാൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത്രയും പ്രായമുള്ള മനുഷ്യൻ, രോഗപരിചയമുള്ള ഒരു മനുഷ്യൻ, പക്ഷേ അയാളുടെ മനസ്സെന്ത് ചെറുതായെന്ന് നോക്കിക്കോളൂ. ഈ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം, ഇവിടുന്ന് പോയി അയാളുടെ പ്രത്യേക സ്ഥലത്തോട്ട് പോകണം. അതാണ് മതവും ജാതിയുമൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ വേലുകെട്ടി തിരിച്ചേക്കുന്നത്. ഇങ്ങനെയാണ്, ഈ രീതിയിലാണ്. ഇതാണ് ശവത്തിനെ വെച്ച് വില പറയുന്ന ഇപ്പം നമ്മൾ കാണുകയാണ് റോഡിൽ പലപ്പോഴും. മതങ്ങൾ തമ്മിൽ, അതായത് ജാതികൾ, ഒരു മതത്തിൽപ്പെട്ട 2 ഉപജാതികൾ തമ്മിലുള്ള തർക്കമാണ്. ശവം, മനുഷ്യൻ്റെ മൃതദേഹം മറവ് ചെയ്യാനൊക്കാതെ എത്രയോ നാൾ വെച്ചേക്കുന്നു അവിടെ പലപ്പോഴും. കാരണം സിമറ്റേരിയിൽ അടക്കണം, ആര് ചെയ്യണം, ആര് പ്രാർത്ഥിക്കണമെന്നുള്ളതിൻ്റെ തർക്കമാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നു. നമ്മുടെ മനസ്സൊക്കെ ഒരുപാട് വേദനിക്കുന്നില്ലേ ഇത് കാണുമ്പോൾ? കാരണം മരിച്ചാൽ പോലും ആ ശവശരീരത്തിന് പോലും രക്ഷയില്ലാത്ത നാട്.